എമ്പനിപ്പൂ സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതി കാറ് മേടിക്കാനുള്ള പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. സൈനൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം മഹേഷിനെ കൂട്ടിയിട്ട് വീണ്ടും കാറിനരികിലേക്ക് ചെല്ലുവാണ്. എന്തായാലും രേവതി, നീ വിചാരിച്ചതുപോലെ തന്നെ കാറ് മേടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ? സന്തോഷമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. പക്ഷേ മഹേഷേട്ടാ, എനിക്കൊരു കാര്യം തോന്നുന്നു പറയാണേ. എന്താണെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ കാറ് മേടിക്കുന്നതിന് മുമ്പ് സച്ചിയേട്ടനെ കൊണ്ടുവന്നിട്ട് ഈ കാറൊന്ന് കാണിക്കണമെന്ന് പറയാണേ. രേവതിയല്ലേ പറഞ്ഞത് സച്ചിക്ക് സർപ്രൈസ് കൊടുക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്? അതെ, സച്ചിയേട്ടനാണ് ആ കാറ് മേടിക്കുന്നതെന്നുള്ള കാര്യം പറയാതെ കൂട്ടിക്കൊണ്ടുവന്നാൽ മതി എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് കേട്ടോ. അവനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ 1000 ചോദ്യങ്ങൾ ചോദിക്കും. മഹേഷേട്ടൻ്റെ ഫ്രണ്ട്സിനാർക്കെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് കാറ് ജസ്റ്റ് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ടും എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സച്ചിയേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ മതി. ഓ, അത് നല്ലൊരു ഐഡിയ ആണല്ലേ. എന്തായാലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വരുമ്പോൾ സച്ചി എന്തായാലും മുൻനിരയിൽ തന്നെ ഉണ്ടാവുമല്ലോ. സച്ചിയേട്ടൻ്റെ അടുത്ത് ഓടിച്ചു നോക്കാൻ വേണ്ടി പറയണം. എല്ലാം നോക്കിയിട്ട് ഓക്കെ ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ തന്നെ സൈൻ ചെയ്ത് മേടിച്ചിട്ട് കാറ് കൊണ്ടുപോവാം. എന്തിനാ രേവതി ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരുടെ മൂക്ക് എന്ന് ചോദിക്കുകയാണേ. നീയും സച്ചിയെ പോലെ സംസാരിക്കല്ലേ. സച്ചിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് മേടിച്ചാൽ പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ പറയും മേടിക്കണ്ട എന്നും, എനിക്ക് സ്വർണം മേടിച്ചോളാനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാതെ മേടിക്കാന്നുള്ള കാര്യം വിചാരിച്ചത്. കാർ ഓടിച്ചോണ്ടിരുന്ന സച്ചിയേട്ടൻ ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണ്. അതിലെനിക്ക് ഗൗരവക്കുറച്ചിലൊന്നുമില്ല. പക്ഷേ കാറ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം എന്തായാലും സച്ചിയേട്ടനും ഉണ്ടാവുമല്ലോ. എന്തായാലും സച്ചിയേട്ടന് വേണ്ടിയിട്ട് എനിക്ക് പുതിയ കാറൊന്നും മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് രേവതി പറയുന്നുണ്ട്. പക്ഷേ സച്ചിയേട്ടന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു കാറ് മേടിച്ചു കൊടുക്കാമല്ലോ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരി രേവതി, പോവാ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. തുടർന്ന് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുധി വന്ന ഉടനെ തന്നെ എല്ലാവരും വിളിച്ചു കൂട്ടാണ് കേട്ടോ. ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സുധി കാര്യം പറയാനുണ്ട് എന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി ആദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ കാനഡ ജോലി കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അമേരിക്കയിൽ നിനക്ക് ഏതെങ്കിലും ജോലി കിട്ടി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണോ പറയാൻ വേണ്ടി പോകുന്നതെന്ന്. പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവന്റെ കാര്യം വിടടാ എന്നും, നീ കാര്യം എന്താന്ന് വെച്ചാൽ പറയ്. അങ്ങനെ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഓരോരോ കമന്ററി പറയുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ അടുത്തൊന്ന് ചുമ്മാതിരിക്കാൻ വേണ്ടി പറയാന്നൊക്കെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രവിയുടെ അടുത്ത് പറയാണ്. തുടർന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മേ, നമ്മുടെ ശ്രുതി എന്താ ചെയ്തതെന്നുള്ള കാര്യം അറിയോ? എന്താടാ ശ്രുതി, നിന്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് ഓടിപ്പോയോ? അല്ലെങ്കിലും നിന്റെ കയ്യിൽ പണം എവിടെയാന്നൊക്കെ സച്ചി ചോദിക്കുകയാണെ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ഓന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബിൽഡപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ശ്രുതി ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ പറയാതെ എന്താന്ന് വെച്ചാൽ പറഞ്ഞങ്ങ് ഉടയ്ക്കടാ എന്നുള്ള കാര്യം രവി പറയാണേ. അങ്ങനെ അങ്ങ് പറഞ്ഞു ഉടയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതി പാർലറ് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രവിക്കും അതുപോലെ തന്നെ സച്ചിക്കും വലിയ കൗതുകമൊന്നും തോന്നുന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണല്ലോ. പക്ഷെ ഫ്രാഞ്ചൈസി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങോട്ട് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. എന്ന് വെച്ചാലെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് ഉള്ള ഒരു വലിയൊരു പാർലറിൻ്റെ ബ്രാഞ്ചുമായിട്ട് ശ്രുതി അവളുടെ പാർലർ ചേർത്തു എന്ന് പറയാണ് കേട്ടോ. ഗ്രീൻ ബ്രാൻഡ് എന്ന് പറയുന്ന വലിയ ഫ്രാഞ്ചൈസിക്കാണ് പാർലർ ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ രേവതിയുടെ സംശയമാണ്, അപ്പോൾ കടയുടെ പേര് മാറി കാണില്ലേ? അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവുന്നത്. അതേ അച്ഛാ, ഇപ്പോൾ അമ്മയുടെ പേരിൽ കടയില്ല എന്നുള്ള കാര്യം കൂടി കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന ആ ഒരു ഫീലിലാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ആ കറക്റ്റ് സമയത്താണെങ്കിൽ ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ശ്രുതിയുടെ വരവ് കാണുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വാ ശ്രുതി, ഞാനിതാ ഇപ്പൊ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് ശ്രുതി വന്ന ഉടനെ തന്നെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇവൻ പറയുന്നത്? കടയുടെ പേരെന്തോ മാറിയ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ശ്രുതിക്കും ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ചന്ദ്രമതി ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ള കാര്യം അറിയില്ലല്ലോ. അതെ ആൻറ്റി, ഞാൻ ആൻറ്റിയുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ശ്രുതി പറഞ്ഞു എന്ന് പറയാണേ. അമ്മേ, ഇത് നല്ല കാര്യമാണ്. ഇങ്ങനെ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് വരുമെന്നും ഇത് കുറച്ച് നാളായി സംഭവിച്ചിട്ട് ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ചന്ദ്രമതിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ എന്തോ സംഭവമായിട്ടാണ് കേട്ടോ പറയുന്നത്. ശ്രുതി അങ്ങനെയൊക്കെയാണ് ശ്രുതിയെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അമ്മേ, ഞാനും വിചാരിച്ചു പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം. പക്ഷേ ഇത് നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെയും കിട്ടും. ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് സച്ചി പറയുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ ഇനി അമ്മയുടെ പേരിൽ പാർലർ ഇല്ല,
ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്ന് പറയുന്ന പേരെടുത്ത് തൂക്കിയെടുത്ത് കളഞ്ഞു അല്ലേ? അങ്ങനെ നോക്കുമ്പോ അച്ഛാ, ഇനിയിപ്പോ രേവതിയുടെ കടയുടെ പേര് മാത്രമേ അമ്മയുടെ പേരിലുള്ളൂ. ആ ശരിയടാ, എന്തായാലും അതെങ്കിലും ഉണ്ടല്ലോ എന്ന് നമ്മുടെ രവിയും കളിയാക്കുന്ന രീതിയിൽ ചെറുതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. രേവതി, നീ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിന്റെ പൂക്കട ഏതെങ്കിലും വലിയ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, എൻ്റെ കടയിലെ പേര് എപ്പോഴും അമ്മയുടെ തന്നെയായിരിക്കും, അത് ഞാൻ ഒരിക്കലും മാറ്റില്ല എന്ന് ചന്ദ്രമതിയെ നോക്കിയിട്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട്. പക്ഷെ ഇത് ചന്ദ്രമതിക്ക് ശരിക്കും ഒരു പരിഹാസം പോലെയാണ് കേട്ടോ തോന്നുന്നത്. ഇതുകൂടി കേൾക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, ഞാനൊരിക്കലും ആൻറ്റിയുടെ പേര് മാറ്റണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല എന്നും ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുന്ന സമയത്ത് പേര് മാറ്റിയേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഇതിൽ ഒരുപാട് പ്രോഫിറ്റ് വരുന്ന സമയത്ത് പഴയതുപോലെ തന്നെ ആൻറ്റിയുടെ പേരാണ് ഞാൻ വെക്കാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല, ആൻറ്റിയുടെ പേരിൽ ഒരുപാട് ബ്രാഞ്ച് ഓപ്പൺ ആക്കിയിട്ട് ആൻറ്റിയുടെ പേര് വലിയൊരു ബ്രാൻഡ് ആക്കാനൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം ശ്രുതി, നീ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു പ്ലാനിങ്ങോട് കൂടെ തന്നെ ചെയ്യുള്ളൂ എന്ന്. ശ്രുതിയെ പോലെ തന്നെ നിനക്ക് ഭയങ്കര ബിസിനസ് മൈൻഡാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. ഇത് നല്ല കാര്യമല്ലേ? അതെ അമ്മേ, വലിയ വലിയ ബ്രാൻഡ്സുമായിട്ട് നമ്മൾ ടൈപ്പ് വെക്കുന്നത് നമുക്ക് നല്ല കാര്യമാണെന്ന് ശ്രുതിയും. ആൻറ്റിയുടെ അടുത്ത് ഞാൻ സർപ്രൈസ് ആയിട്ട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അതിനു മുമ്പ് വന്നിട്ട് ശ്രുതി കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോൾ അതിനെന്താ ശ്രുതി, എൻ്റെ പേരിൽ ആദ്യമായിട്ട് പാർലർ ഓപ്പൺ ചെയ്തത് നീയല്ലേ? ഇപ്പോൾ എൻ്റെ പേരില്ലെങ്കിലും എന്താ, പാർലർ നന്നായിട്ട് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ പോരെ? ശ്രുതി, നീ പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. കാരണം എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ശ്രുതിയെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? ഞാൻ കൊണ്ടുവന്ന മരുമകളല്ലേ, അതുകൊണ്ടൊന്നും പറയാതെ പറ്റാത്തത് കൊണ്ട് ശ്രുതിയും പോകുന്നതിൻ്റെ വഴിയെ പുറകെ തന്നെ ചെന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ റൂമിലിരിക്കുകയാണ് കേട്ടോ. ഈ കാര്യം അറിഞ്ഞിട്ട് ചന്ദ്രമതിക്ക് പ്രത്യേകിച്ച് കുലുക്കൊന്നുമില്ലല്ലോ. അതിനെക്കുറിച്ചാണ് രവിയും നമ്മുടെ സച്ചിയും കൂടി പറയുന്നത്. എന്തായാലും നമ്മൾ ഇത് മുന്നേ പറയാണ്ടിരുന്നത് നന്നായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് രവി പറയുന്നുണ്ട് കേട്ടോ. കാരണം പറഞ്ഞിട്ടും നിന്റെ അമ്മ പ്രത്യേകിച്ച് ഒരു റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, വലിയ ഗുലുമാലൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരുന്നത് നന്നായി എന്നുള്ള കാര്യമാണ് സച്ചിയുടെ അടുത്ത് രവി പറയുന്നത്. അത് മാത്രമല്ല, ഇത്രയും വർഷമായിട്ട് അവളുടെ കൂടെ ജീവിച്ചിട്ടും എനിക്ക് ഇതുവരെ അവളെ പിടികിട്ടിയില്ല എന്നുള്ള കാര്യം കൂടി രവി പറയാണ് കേട്ടോ. എന്തായാലും അതൊക്കെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പറഞ്ഞു വിടാണ്. അതേസമയം ചന്ദ്രമതി ആണെങ്കിൽ പോയിട്ട് റൂമിൽ ഒരു ഇരിപ്പ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഇരിപ്പൊന്ന് കാണേണ്ടത് തന്നെയാണ്. ശ്രുതി നൈസായിട്ട് സോപ്പിടാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആന്റിക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആദ്യം കഥ കടയ്ക്കാനാണ് ശ്രുതിയുടെ അടുത്ത് പറയുന്നത്. ആന്റിക്ക് എന്നോട് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, നീ എന്താ വിചാരിച്ചത്? നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അതിനൊക്കെ പല്ല് കാട്ടി ഇളിച്ചുകൊണ്ടിരിക്കുമെന്നോ? നീ എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ പേര് മാറ്റിയത്? ഇല്ല ആൻറ്റി, അത് ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുമ്പോൾ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അത് എന്ത് തേങ്ങാക്കൊല്ലെങ്കിലും ആവട്ടെ, നീ എൻ്റെ അടുത്ത് ചോദിക്കാതെ എന്തിനാ പേര് മാറ്റിയത്? ആ പാർലർ നീ എങ്ങനെയാ മേടിച്ചതെന്നുള്ള കാര്യം മറന്നോ? അതിനു മുമ്പൊക്കെ നീ ഓരോ വീട്ടിൽ കയറിയിട്ട് മസാജ് ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. നീ ആഗ്രഹിച്ചതല്ലേ എന്ന് വിചാരിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് നിനക്ക് പാർലർ ആരംഭിച്ചു തന്നത്. എന്നിട്ട് ഒരു വാക്ക് പോലും നീ എൻ്റെ അടുത്ത് പറയാതെ പേര് മാറ്റി കളഞ്ഞില്ലേ? ആൻറ്റി, നല്ല ഓപ്പർച്യൂണിറ്റി വന്നതുകൊണ്ടാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും അതെന്തെങ്കിലും ആവട്ടെ, നീ എൻ്റെ അടുത്ത് ചോദിക്കാതെ എന്തിനാ പേര് മാറ്റിയെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിട്ട് നേരെ ചെല്ലുവാണ് ചന്ദ്രമതി ശ്രുതിക്കരികിലേക്ക്. എൻ്റെ വീടിൻ്റെ ആധാരം വെച്ചിട്ട് വാങ്ങിയ പാർലറാണ്, അതിൽ എൻ്റെ പേരാ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരോടും ഞാൻ ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ നിന്റെ പാർലറിൽ മുടി വെട്ടി കളയുന്നത് പോലെ എൻ്റെ പേരെടുത്ത് തൂക്കി കളഞ്ഞു അല്ലേടി? ഞാൻ ആധാരം പണയം വെച്ചിട്ട് നിനക്ക് പണം തന്നിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് പാർലർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നടി എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ചെല്ലുവാണ് കേട്ടോ ശ്രുതിക്ക് നേരെ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട്. ആൻറ്റി എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നത്? എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് ഞാൻ ആൻറ്റിയുടെ ആധാരം തിരികെ എടുത്ത് തന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നീ എന്താ ശ്രുതി ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്? ഞാൻ എപ്പോഴും ചിരിച്ച് നിന്റെ അടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് നീ വിചാരിച്ചോ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും പറയില്ല എന്ന്? ഈ ചന്ദ്രമതി എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല
ഈ ചന്ദ്രമതി എപ്പോഴും ഒരുപോലെയല്ല ഉണ്ടാവുക. നിന്റെ അച്ഛൻ വലിയ വീട്ടിലെ ആളാണെന്ന് കരുതിയിട്ട് ഞാൻ നിന്റെ മുമ്പ് താന്നു നിൽക്കുമെന്ന് നീ കരുതിയോ? എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ആര് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ വേറെ രീതിയിലേ നടത്തുള്ളൂ. നീ എത്ര സാധാരണയായിട്ടാ പറഞ്ഞത് പണം തിരികെ തന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നിനക്ക് ആധാരം പണയം വെച്ചിട്ട് പണം തന്നതിന്റെ പേരിൽ പലിശക്കാരന്റെ മുമ്പിലും ഈ വീട്ടിലും ഞാൻ എന്തോരം നാണം കെട്ടുന്നുള്ള കാര്യം നീ മറന്നോ? ഇല്ല ആന്റി, ഞാനൊന്നും മറന്നിട്ടില്ല. പക്ഷേ ഇത് അത്ര വലിയ തെറ്റൊന്നുമില്ല എന്നൊക്കെ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും അങ്ങ് കാലുതുള്ളി അങ്ങ് ചെല്ലുവാണ് കേട്ടോ. എന്താ നീ പറഞ്ഞത്? ഇത് അത്ര വലിയ തെറ്റൊന്നുമല്ലെന്നോ? നിനക്ക് വേണ്ടിയിട്ട് ഈ വീട്ടിൽ ഞാൻ എന്തോരം നാണം കെട്ടിട്ടുണ്ട് എന്നും എൻ്റെ പേര് മാറ്റി എന്നുള്ള കാര്യം നീ എത്ര സാധാരണയായിട്ടാ പറഞ്ഞത്. ഇന്ന് വരെ നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് നിന്നെ കാണാൻ വേണ്ടി വന്നിട്ടില്ല. എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും അമ്മായിമ്മമാരാണെന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് 1000 കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ നിന്നെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് വിചാരിച്ചിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് ഓരോ തീരുമാനങ്ങൾ എടുക്കുവോ? നീ എൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് കഴിച്ചു കൊണ്ടുപോണേ. ചോദിക്കണമായിരുന്നു എന്ന് ശ്രുതി പറയുന്നുണ്ട്. പിന്നെ നീ എന്താ ചോദിക്കാണ്ടിരുന്നത്? നീ ചിലപ്പോൾ പണക്കാരെ വീട്ടിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ നീ ചന്ദ്രമതിയുടെ മരുമകളാണ്. അത് നീ ആദ്യം നിന്റെ മനസ്സിൽ ഓർത്തോണം. ഇപ്പൊ തന്നെ നോക്ക്, നീ ചെയ്ത ഓരോ കാര്യങ്ങൾ കൊണ്ട് ഞാനാണ് നാണം കെടുന്നത്. ആ സച്ചിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് പൂക്കടയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കളിയാക്കുന്നു. ആ പൂക്കിട്ടുന്നവളാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മാറ്റില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താന്നുള്ള കാര്യം നിനക്കറിയോ? നിനക്കൊന്നും എൻ്റെ പേര് മര്യാദയില്ല എന്നും അവരുടെ കടയുടെ മേലെ പേര് വെച്ചാൽ മാത്രമേ എൻ്റെ പേര് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ പറയാതെ പറയുന്നത്. ഈ നാണക്കേട് നീ എനിക്ക് മേടിച്ച് തന്നില്ലേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സോറി ആൻറ്റി, ഞാനിത് ആൻറ്റിക്ക് സർപ്രൈസ് തരാമെന്ന് കരുതിയാന്ന് പറയുമ്പോൾ ഇതെനിക്ക് സർപ്രൈസ് അല്ല, ഷോക്കിംഗ് ആണ്. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നു എന്നെ ഇത്രയും നാണം കെടുത്തിയെന്ന് വെച്ചാൽ ഞാൻ നടത്തുന്ന വിധം തന്നെ വേറെ ആയിരിക്കും. കാരണം നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണ്. ശ്രുതിക്കാണെങ്കിൽ നിന്നെ അത്രയ്ക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് പുറത്ത് ആരുടെ മുമ്പിലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കാതെ സംസാരിച്ചത്. എന്നാ നീ ഇപ്പൊ എന്നോട് ചെയ്തത് എനിക്ക് ജന്മം മറക്കാൻ വേണ്ടി കഴിയില്ല. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, സോറി ആൻറ്റി എന്നും ഒരിക്കലും ആൻറ്റിയെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ല ഇതൊന്നും. ശ്രുതി, ഇത് നിനക്ക് അവസാനത്തെ വാർണിംഗ് ആണ് എന്നും ഇനി ഞാൻ അറിയാതെ ഒന്നും ചെയ്യരുത്. ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നീ കാണും ഈ ചന്ദ്രമതി ആരാണെന്ന്. പോ എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ആക്കുവാണ് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചിന്തിക്കുന്നത്, ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ എന്നെ ഇങ്ങനെ വരട്ടി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തായിരിക്കും ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്